ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക ചിപ്സിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ അല്ലേ, ചക്ക എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിനായിട്ട് ഇപ്പൊ വേണ്ടത് നല്ല മൂത്ത ചക്കയാണ് കേട്ടോ. ഇളയ ചക്കയൊന്നും ആരും എടുക്കരുത്, അപ്പോ ചിപ്സ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടൂല. ഇനി ഇതിനെ നമുക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് വളരെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോ ദാ എല്ലാത്തിനെയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പൊ ഞാൻ ഇതിനെ വലിയൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാണ്. അതെന്തിനാണെന്ന് വെച്ചാല് ഇതില് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ചു നേരം നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കുകയാണ്. ഈ ചിപ്സിലേക്ക് വേണ്ട ഉപ്പും പിന്നെ മഞ്ഞൾ കളറും ഒന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു 1/2 മണിക്കൂർ തന്നെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്തിട്ട് ഇതിനെ ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂട് വേണം കേട്ടോ, എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇപ്പതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനെയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രേ പണിയുള്ളൂ കേട്ടോ ചക്ക ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. എണ്ണ നന്നായിട്ട് ചൂട് വേണമെന്നേ ഉള്ളൂ. പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ടിന്നിൽ അടച്ച് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.